പാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ നമ്മുടെ മേൽ തന്റെ കരുണയും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലിയ കൃപയാൽ ദൈവവചനത്തിന്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ നല്ല അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള ചില ചിന്തകൾ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഏറ്റവും വലിയ മുഖാന്തരമാണ് യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളത്. വചനം പറയുന്നു, പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ അവനോടുകൂടെ യേശുവിനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? യേശുവിനെ സ്വീകരിക്കുന്നതിലൂടെ സകല വാഗ്ദത്തങ്ങൾ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമായി തീരുന്നുവെങ്കിൽ യേശുവിനെ സ്വീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖാന്തരമാണ് വചനം സ്വീകരിക്കുക. വചനം യേശുക്രിസ്തുവാണ്, വചനം ദൈവമാണ്. എന്നാൽ വചനം സ്വീകരിക്കാൻ എന്ത് ചെയ്യണം? വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14 അധ്യായം 23 വാക്യത്തിൽ യേശുക്രിസ്തു പറയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനോട് കൂടെ വസിക്കും. യേശുക്രിസ്തു ഒരു വ്യക്തിയുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ ആ വ്യക്തി ചെയ്യേണ്ട ഒരു മുഖാന്തരമാണ് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുക. ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു, ദൈവത്തിൻ്റെ വചനം അനുസരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തോടൊരു സ്നേഹമുണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്കാണ് വചനം കേൾക്കാൻ ഒരു ദാഹമുണ്ടാകുന്നത്. വചനം കേൾക്കുന്ന വ്യക്തിയാണ് വചനം അനുസരിക്കുന്നത്. വചനം കേൾക്കുന്ന വ്യക്തിയാണ് വചനം വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അതനുസരിക്കുന്ന വ്യക്തി ഒരനുഗ്രഹമായി മാറുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 11 അധ്യായം 26, 27 വാക്യങ്ങളിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഇതാ ഇന്ന് ഞാൻ അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ അത് ശാപവുമായി തീരുമെന്ന് കർത്താവിന്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. വചനം അനുസരിക്കുമ്പോൾ അനുഗ്രഹമാണ്. വചനം അനുസരിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടുന്നത്. കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരാണ്. എന്നാൽ ഈ കേൾക്കുന്ന വചനം വിശ്വസിക്കുവാനും അനുസരിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. ദൈവത്തിന്റെ വചനം ആരെല്ലാം അനുസരിച്ചിട്ടുണ്ടോ അവരെല്ലാം ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യോടൊന്നും പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി നാം വെളിപ്പെടുന്നു, ദൈവവചനം ദൈവത്തെ ആരെല്ലാം അനുസരിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, അബ്രാഹാം നമ്മെപ്പോലൊരു സാധാരണ വ്യക്തിയായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അബ്രാഹത്തെ ദൈവം വിളിക്കുകയാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര ചെയ്യുക എന്ന് ദൈവം വേർതിരിച്ചപ്പോൾ അബ്രാഹാം ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു. ഈ ദേശം എവിടെയാണെന്നോ, അത് കിഴക്കാണോ പടിഞ്ഞാറാണോ തെക്കാണോ വടക്കാണോ ചോദ്യം ചെയ്യാതെ, അതിൻ്റെ പേര് ദിശ ചോദ്യം ചെയ്യാതെ ദൈവം പറഞ്ഞത് അങ്ങനെ അനുസരിച്ചപ്പോൾ അബ്രാഹാം ഒരു അനുഗ്രഹമായി മാറി. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ തല ഉയർത്തി നോക്കുക, നീ കാണുന്ന ദേശം മുഴുവൻ നിനക്ക് ഞാൻ അവകാശമായി തരും. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ കാലുകുത്തുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ദൈവത്തെ അനുസരിച്ചൊരു വ്യക്തി ഒരനുഗ്രഹമായി മാറി. ജാതികൾക്ക്, ബഹുജാതികൾക്ക് ഒരനുഗ്രഹമായി മാറി. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനം നാം കേട്ട് അതിൽ വിശ്വസിച്ച് അതനുസരിക്കുമ്പോൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത്. ആ ദൈവവചനം അനുസരിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു അസാധാരണ വ്യക്തിയായി ഒരു അനുഗ്രഹമായി മാറുകയാണ്. വീണ്ടും നമ്മൾ പരിശോധിച്ചാൽ മോശ ഒരു സാധാരണക്കാരനായിരുന്നു. മോശയ്ക്ക് ഒത്തിരി ബലഹീനത ഉണ്ടായിരുന്നു. മോശയുടെ ഏറ്റവും വലിയ ബലഹീനത മോശ വിക്കനായിരുന്ന മോശ ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന് 2 വർഷത്തോളം ആരും അറിയാതെ ആരും കാണാതെ രഹസ്യമായി ഒളിച്ചിരുന്ന വ്യക്തിയാണ്. കുറ്റബോധത്തിന് അടിമയായ, അപകർഷതയുള്ള, വൈകല്യമുള്ള ഈ മോശ ദൈവം വിളിച്ചു. മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമായിരിക്കയാൽ
നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി മാറ്റുക. ഈ വചനം, ദൈവത്തിന്റെ സ്വരം കേട്ടപ്പോൾ മോശ ദൈവത്തെ അനുസരിച്ചു. മോശ ആരായി മാറി? 600,000 ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം ഒരു നേതാവായി ദൈവം മോശയെ വേർതിരിച്ചു. വീണ്ടും നമുക്കറിയാം, മോശ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ മോശ പറയുന്നത് ദൈവം അനുസരിക്കാൻ തുടങ്ങി. ദൈവം മോശയോട് കൂടെ നടന്നു. വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ അവനോട് കൂടെ വസിക്കും. ഇതാ മോശ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ മോശയോട് കൂടെ ദൈവം വസിച്ചു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിത്തൂണായി ദൈവം മോശയോട് കൂടെ നടന്നു. അവർക്ക് വഴിയിൽ ആഹാരമായി, ദാഹിക്കുമ്പോൾ വെള്ളമായി, പ്രശ്നത്തിന് പരിഹാരമായി ദൈവം അവരോട് കൂടെ നടന്നു. ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയോട് കൂടെ ദൈവം വസിക്കും. വീണ്ടും നമുക്കറിയാം, യോശുവ ആരായിരുന്നു? ഒരു സാധാരണ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യോശുവ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവം പറയുന്നത് കേട്ട് അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ യോശുവ ഒരു അസാധാരണ വ്യക്തിയായി മാറി. യോശുവ പറഞ്ഞു, സൂര്യ നിൽക്കുക, ചന്ദ്ര നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും നിശ്ചലമായി നിന്നു. ഒരു സാധാരണ ഒരു മനുഷ്യൻ പറയുമ്പോൾ പ്രപഞ്ചം അനുസരിക്കാൻ തുടങ്ങി. ദൈവത്തെ അനുസരിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരു അസാധാരണ വ്യക്തിയാണ്. ആ വ്യക്തി പറയുമ്പോൾ പ്രപഞ്ചം അനുസരിക്കും. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ഏലിയാവ് ആരായിരുന്നു? ഏലിയാവിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്, ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, നമ്മെപ്പോലൊരു വ്യക്തിയാണ്. നമ്മെപ്പോലൊരു സാധാരണക്കാരനായ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാതിരുന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ആകാശം അഗ്നിയും ഗന്ധവും ഇറങ്ങി, ബലിപീഠം കത്തി നശിച്ചു. നാം തിരിച്ചറിയണം, ഒരു മനുഷ്യൻ എന്ന് മുതലാണോ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ ആ വ്യക്തി ഒരു അസാധാരണ വ്യക്തിയായി മാറുകയാണ്. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അസാധാരണ വ്യക്തിയായി മാറുകയാണ്. ഒരു വ്യക്തി ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ മഹത്വം ആ വ്യക്തിയിലൂടെ വെളിപ്പെടാൻ തുടങ്ങുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് യേശു ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശു ആദ്യമായി പ്രവർത്തിച്ച അത്ഭുതമാണ് കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റി. അവിടെ അത്ഭുതം നടക്കാൻ കാരണം പരിശുദ്ധ ദൈവമാതാവാണ്. പരിശുദ്ധ അമ്മ അവിടുത്തെ കുറവിനെ കണ്ടെത്തി, മകനെ, ഇവിടെ വീഞ്ഞു തീർന്നുപോയി, നീ എന്തെങ്കിലും ചെയ്യണം. ഈ ചോദ്യം കേട്ടപ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? നമ്മൾ ക്ഷണിക്കപ്പെട്ടവരാണ്, നമ്മൾ അതിഥികളാണ്, ഇവരുടെ കാര്യം നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്ന വേലക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതനുസരിക്കുവിൻ. ഇത് കേട്ട ബാല്യക്കാര് യേശു എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ശ്രദ്ധയോടെ കാതുകൂർപ്പിച്ചിരുന്നു. തൻ്റെ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി, തൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി യേശു ക്രിസ്തു പറഞ്ഞു, കൽഭരണികളിൽ വെള്ളം കോരി നിറയ്പ്പിൻ. അവർ കോരിയത് വെള്ളമാണെങ്കിലും നിറച്ചത് വീഞ്ഞാണ്. എപ്പോഴാണ് ഈ പച്ചവെള്ളം വീഞ്ഞായി മാറിയത്? യേശു പറഞ്ഞ വാക്കിനെ അനുസരിച്ചപ്പോൾ. യേശു പറയുന്നത് അനുസരിക്കുമ്പോൾ അനുഗ്രഹമാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യേശു അനേകം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും യേശു വ്യത്യസ്തമായിട്ട് ചെയ്ത ഒരു അത്ഭുതമാണ് ഒരു കണ്ണുകുരുടന് കാഴ്ച നൽകുന്നത്. സാധാരണ പല കണ്ണുകുരുടന്മാർക്കും യേശു കാഴ്ച നൽകുന്നത് പല രീതിയിലാണ്. ഒരിക്കൽ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അരികിൽ വന്ന് കർത്താവിനോട് പറഞ്ഞു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണം, എനിക്ക് കാഴ്ച വേണം. യേശു സാധാരണ ചെയ്യുന്ന അത്ഭുതങ്ങൾ വ്യത്യസ്തമായിട്ട് നിലത്ത് തുപ്പി ചേറ് കുഴച്ച് അവന്റെ കണ്ണിൽ പെരിട്ടിട്ട് പറഞ്ഞു, ശീലോഹ കുളത്തിൽ പോയി കഴുകുക. ഇവൻ യേശുവിനോട് ചോദിക്കാമായിരുന്നു, കർത്താവ്, ഞാനൊരു കണ്ണ് പൊട്ടനാ, എനിക്ക് കാഴ്ചയില്ല, എവിടെയാണ് ശീലോഹ കുളം? ആര് എന്നെ കൊണ്ടുപോകും? ഞാൻ എങ്ങനെ കുളത്തിലിറങ്ങും? എങ്ങനെ കഴുകും? എനിക്ക് കാഴ്ചയില്ല. അവന് ചോദിക്കാൻ പല ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ അന്ധനായ മനുഷ്യൻ യേശുവിനോട് ചോദ്യം ചെയ്യാതെ യേശു പറയുന്ന അനുസരിക്കാൻ തുടങ്ങി. ഇവന് കാഴ്ചയില്ലെങ്കിലും അവൻ ശീലോഹക്കുളം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ കുളത്തിലിറങ്ങി വെള്ളമെടുത്ത് അവന്റെ കണ്ണിൽ പുരട്ടിയപ്പോൾ അവന് കാഴ്ച ലഭിച്ചു. എപ്പോഴാണ് അവന് കാഴ്ച ലഭിച്ചത്? വെള്ളം കണ്ണിൽ പുരട്ടിയപ്പോഴല്ല, യേശുവിനെ അനുസരിച്ചപ്പോഴാണ്. യേശുവിനെ അനുസരിച്ചപ്പോൾ അനുഗ്രഹം ലഭിച്ചു, സൗഖ്യം ലഭിച്ചു. ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്,
അനുസരിക്കുന്നത് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ് അത്ഭുതം. ഇങ്ങനെ പരിശോധിച്ചാൽ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു വിളിച്ച് വേർതിരിച്ച തൻ്റെ ശിഷ്യന്മാരെല്ലാം വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായിരുന്നു. സ്ലീഹന്മാർ തലവനായ പരിശുദ്ധനായ പത്രോസ്ലീഹ ഒരു മുക്കുവനായിരുന്നു. നമുക്കറിയാം, മുക്കുവന്മാർ സാധാരണ കടലിലേക്കാണ് അവർ ജനിച്ചു വീഴുന്നത് തന്നെ. കടലിൽ വളർന്ന്, കടലിൽ അഭ്യസിച്ച്, കടലിൽ ജോലി ചെയ്ത്, ഒരുപക്ഷെ കടലിലായിരിക്കും അവരുടെ മരണം വരെ. ഇങ്ങനെ മറ്റ് ലോകപരമായിട്ടൊരു ബന്ധമില്ലാത്ത മുക്കുവന്മാരായ ശിഷ്യന്മാരായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. എന്നാൽ ഈ പത്രോസ്ലീഹ ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നുവെങ്കിലും പിന്നീട് ആരായി മാറിയെന്ന് നമുക്ക് തിരിച്ചറിയാം. ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അസാധാരണ വ്യക്തിയായി മാറി. യേശു ചെയ്തതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ഈ പത്രോസ്ലീഹയുടെ കർത്താവായി ദൈവം ചെയ്യാൻ തുടങ്ങി. യേശു നടന്നു പോകുമ്പോൾ യേശുവിൻ്റെ നിഴലടിച്ച രോഗികൾ സൗഖ്യപ്പെട്ടതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലില്ല. എന്നാൽ സ്ലീഹന്മാർ തലവനായ പത്രോസ്ലീഹ നടന്നു പോകുമ്പോൾ പത്രോസ്ലീഹയുടെ നിഴലടിച്ച പല രോഗികളും സൗഖ്യം പ്രാപിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഒരു സാധാരണക്കാരനായ ശിമയോൻ പത്രോസ് എന്ന മുക്കുവൻ എപ്പോഴാണ് ഒരു അനുഗ്രഹമായി മാറിയത്? ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ. പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട പരിശുദ്ധനായ പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിനെ എന്നു മുതലാണ് അനുസരിക്കാൻ തുടങ്ങിയത്? അന്ന് മുതൽ ഈ ശിമയോൻ പത്രോസ് എന്ന മുക്കുവൻ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു അസാധാരണ വ്യക്തിയായി മാറി. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, പൗലോസ്ലീഹ ആരായിരുന്നു? ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഈ പൗലോസ്ലീഹ ആരായി മാറി? ഒരു അസാധാരണ വ്യക്തിയായി മാറി. പൗലോസ്ലീഹ നടന്നു പോകുമ്പോൾ തൻ്റെ ഉത്തരീയം, തൻ്റെ രണ്ടാം മുണ്ട്, അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള ടവലെടുത്ത് ഒരു രോഗിയുടെ മേലിട്ടാൽ ആ നിമിഷം രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? വചനം പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം അനുസരിക്കും, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനോട് കൂടെ വസിക്കും. പത്രോസ്ലീഹ നടന്നു പോകുമ്പോൾ പത്രോസിലൂടെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. പൗലോസ്ലീഹ നടന്നു പോകുമ്പോൾ പൗലോസിലൂടെ ത്രിയേക ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അവരിൽ മാത്രമല്ല, അവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ പോലും ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരുടെ തിരുവസ്ത്രങ്ങൾ, അവരുടെ അസ്ഥികൾ, തിരുശേഷിപ്പുകൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. കാരണം അവർ ദൈവത്തെ അനുസരിച്ചവരായിരുന്നുകൊണ്ട് അവരുടെ ശരീരത്തിൽ, അവരുടെ വസ്ത്രത്തിൽ, അവരുടെ നിഴലിൽ പോലും ദൈവ മഹത്വം, ദൈവ സാന്നിധ്യം വെളിപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അവരെ നാം ആദരിക്കുന്നത്, അവരുടെ തിരുശേഷിപ്പുകൾ ആദരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ അനുസരിക്കുന്ന, ദൈവവചനം അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരു അസാധാരണ വ്യക്തിയായി മാറുകയാണ്. അവരുടെ ശരീരത്തിൽ, അവരുടെ വസ്ത്രത്തിൽ, അവരുടെ നിഴലിൽ പോലും ദൈവമഹത്വം വെളിപ്പെട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരു അനുഗ്രഹമായി മാറുകയാണ്, ഒരു അസാധാരണ വ്യക്തിയായി മാറുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കാൻ തീരുമാനമെടുത്താൽ ഇത് മുഖാന്തരം വലിയൊരു അനുഗ്രഹമായി ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുകയാണ്. കർത്താവിന്റെ വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കി മാറ്റും. ഒരു സാധാരണ വ്യക്തിയെ അസാധാരണ വ്യക്തിയാക്കി മാറ്റുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളത്. വീണ്ടും കർത്താവിന് വചനം പറയുന്നുണ്ട്, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 11-ാം വാക്യം, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ള നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒന്നാണ്. നാം തിരിച്ചറിയണം, നമ്മൾ കേൾക്കുന്ന, നാം വിശ്വസിക്കുന്ന, നാം അനുസരിക്കുന്ന ഓരോ വചനങ്ങളും അസാധ്യങ്ങൾ സാധ്യമാക്കുന്നതാണ്. ദൈവത്തിന് ഇന്ന് പ്രവർത്തിക്കുവാൻ കരങ്ങളില്ല, ദൈവത്തിന് ഇന്ന് പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തിത്വമില്ല. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ
അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുവെങ്കിൽ ഇന്നും ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് വചനമയച്ചാണ്. ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. വീണ്ടും കർത്താവിന്റെ വചനം എങ്ങനെ പറയുന്നു? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഈ ന്യായപ്രമാണത്തിനുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും ധ്യാനിച്ചു കൊണ്ടിരിക്കണം. ദൈവത്തിന്റെ വചനം നാം കേട്ട് അതിൽ വിശ്വസിച്ച് അത് ധ്യാനിച്ച് ഏറ്റുപറയുമ്പോൾ അത് അത്ഭുതമായി മാറുകയാണ്. ഈ വചനത്തിന് ശക്തിയുണ്ട്. ഈ വചനം അത്ഭുതം പ്രവർത്തിക്കുന്ന വചനമാണ്. ഈ വചനം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന വചനമാണ്. ഈ വചനം വെറുതെ മടങ്ങി വരികയില്ല. ഈ വചനം കാര്യം സാധിപ്പിക്കുന്ന വചനമാണ്. ഈ വചനം അനുസരിക്കുന്നുവെങ്കിൽ അത് അനുഗ്രഹമായി മാറുകയാണ്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത് നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം നാം വായിച്ച് അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ, അതനുസരിക്കുന്നുവെങ്കിൽ, അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരും. പലപ്പോഴും പലരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കുന്നില്ല. പലരും ചോദിക്കും, ദൈവമേ നിനക്ക് കണ്ണില്ലേ, നിനക്ക് കാതില്ലേ, എന്തുകൊണ്ട് നീ എൻ്റെ കണ്ണുനീര് കാണുന്നില്ല, എന്തുകൊണ്ട് നീ എൻ്റെ നിലവിളി കേൾക്കുന്നില്ല, എന്തുകൊണ്ട് നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നില്ല? പലപ്പോഴും ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. വചനം പറയുന്നു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാണ് വഴി, ഇതിലേ പോകുക എന്ന് ഒരു സ്വരം നീ കേൾക്കും. പലപ്പോഴും നാം എത്രയോ പ്രാവശ്യം ഈ ദൈവസ്വരം കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തെ അറിയാതെ, ദൈവസ്വരത്തെ തിരിച്ചറിയാൻ കഴിയാതെ പലപ്പോഴും നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, മോഹത്തിനനുസരിച്ച് ജഡികമായി ലോകപ്രകാരം ജീവിതം നയിക്കുമ്പോൾ ദൈവത്തെ മറന്നാണോ, ദൈവസ്വരത്തെ അവഗണിച്ചാണോ നാം യാത്ര ചെയ്യുന്നത് നാം പരിശോധിക്കണം. ഒരു വ്യക്തി എന്നു മുതലാണോ ദൈവസ്വരം കേൾക്കാൻ തുടങ്ങുന്നത്, എന്നു മുതലാണ് ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ ആ വ്യക്തി ഒരു അനുഗ്രഹമായി തീരാൻ പോകുക. ആ വ്യക്തി ദൈവം അനുഗ്രഹിക്കാൻ പോകുക. ആ വ്യക്തി ഒരു അസാധാരണ വ്യക്തിയാക്കി മാറ്റാൻ പോകുക. പലപ്പോഴും പലരും ധ്യാനം കൂടിയിട്ട് അവർ പറയാറുണ്ട്, ധ്യാനം കൂടി 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തെറ്റിപ്പോയി. തീരുമാനമെടുത്തതാ, കഴിഞ്ഞ കുമ്പസാരത്തിൽ ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യുന്ന തീരുമാനമെടുത്ത, പക്ഷെ ഞാൻ വീണ്ടും പാപം ചെയ്തു പോയി, വീണ്ടും തെറ്റിപ്പോയി. ചില പറയുന്നു, ഞാൻ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു, സൗഖ്യം കിട്ടി, പക്ഷെ വീണ്ടും രോഗം വന്നു, വീണ്ടും കടബാധ്യത വന്നു. പ്രശ്നങ്ങൾ അടിക്കടി ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇതുവരെയും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിശുദ്ധ ജീവൻ നയിക്കുവാൻ, എനിക്കൊരു അഭിവൃദ്ധി പ്രാപിക്കുവാൻ, ഉയർച്ച പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം തിരിച്ചറിയണം, ഈ ദൈവത്തിന്റെ വചനം നാം എന്നു മുതൽ പ്രമാണിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ, ഈ വചനം എന്നു മുതൽ അനുസരിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ നാം ഒരു അനുഗ്രഹമായി, ഒരു അസാധാരണ വ്യക്തിയായി മാറുകയാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരിക്കൽ കോതമംഗലം സെന്റ് ജോൺസ് മിഷൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു സഹോദരൻ കുടിച്ച് മദ്യപിച്ച് വെളിവില്ലാതെ 2 വ്യക്തികൾ കൂടി താങ്ങി പിടിച്ചുകൊണ്ട് ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യൻ കടന്നു വന്നപ്പോൾ വളരെ വേദന തോന്നി. ആ മനുഷ്യൻ കുടിച്ച് സുബോധം നഷ്ടപ്പെട്ടിരിക്കുക. ആ മനുഷ്യൻ ഒരു ദിവസം മുഴുവൻ അവിടെ കിടന്ന് ഉറങ്ങി, വചനം കേൾക്കാതെ. പിറ്റേ ദിവസം മനുഷ്യൻ സുബോധം ലഭിച്ചപ്പോൾ ആ മനുഷ്യനുമായിട്ട് സംസാരിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ ഭാര്യയും ഒരു മകളും ഉപേക്ഷിച്ച് വേറൊരു ഭവനത്തിലാണ് താമസിക്കുന്നത്. ഈ മനുഷ്യൻ 19-ാമത്തെ വയസ്സ് മുതൽ മദ്യപാനത്തിനടിമയാണ്. ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മദ്യത്തിന്റെ ലഹരി പോരാതെ വന്നപ്പോൾ മദ്യത്തിൽ കഞ്ചാവ് കലക്കി കഴിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ അവസാനം ഒരു ഭ്രാന്തനെ പോലെ പയങ്കുളം ഭ്രാന്താശുപത്രിയിൽ 67 ദിവസം ഒരു സെല്ലിൽ പൂട്ടപ്പെട്ടവനായി കിടന്നു. ഭാര്യ ഉപേക്ഷിച്ചു, മകൾ ഉപേക്ഷിച്ചു പോയി, ആരുമില്ല. ഇപ്പോൾ കിട്ടുന്ന മുഴുവൻ കുടിച്ച് നശിപ്പിക്കുക. ഈ മനുഷ്യൻ പിന്നീട് എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, എന്നെ ചികിത്സിച്ച് പലരും മടുത്തു, പല ധ്യാനങ്ങൾ മാറി മാറിക്കൂടി, പക്ഷെ എന്നെ രക്ഷിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. ആ മനുഷ്യൻ ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്, സഹോദര, നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ തീരുമാനമെടുക്കാമോ? നിങ്ങൾ എന്നു മുതൽ ദൈവത്തെ അനുസരിക്കാൻ തീരുമാനമെടുക്കുന്നോ അന്ന് മുതൽ നിങ്ങളൊരു അനുഗ്രഹമായി മാറാൻ പോകുക. ആ ധ്യാനത്തിൽ എല്ലാ രീതിയിലും പരാജയപ്പെട്ട മനുഷ്യനൊരു തീരുമാനമെടുത്തു, ഇന്ന് മുതൽ ഞാൻ ദൈവത്തെ അനുസരിക്കും, ദൈവവചനം അനുസരിക്കും. ആ മനുഷ്യൻ തീരുമാനമെടുത്തു. ആ മനുഷ്യൻ സുബോധത്തോടെ, തീരുമാനത്തോടെ
വലിയ തീരുമാനത്തോടെ ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോയി. പിന്നീട് സംഭവിച്ചത് അവരുടെ കുടുംബജീവിതം ആനന്ദകരമായി തീർന്നു. ഉപേക്ഷിച്ചു പോയ ജീവിത പങ്കാളി തിരിച്ചു വന്നു. മകളോടുകൂടെ ജീവിത പങ്കാളിയുടെ സന്തോഷത്തോടെ കുടുംബജീവിതം നയിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം തിരികെ നൽകാൻ തുടങ്ങി. ഇന്ന് 1 വർഷത്തിൽ കൂടുതലായി ആ മനുഷ്യൻ മദ്യപാന പൂർണ്ണ വിടുതൽ പ്രാപിച്ച് സുബോധത്തോടെ ജീവിത പങ്കാളി മകളുമായിട്ട് സന്തോഷത്തോടെ ആനന്ദത്തോടെ കർത്താവിന് വേണ്ടി ഒരു വിശുദ്ധ ജീവൻ നയിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്തെന്ന് പരിശോധിക്കണം. ഈ ദൈവത്തിൻ്റെ വചനം നാം ഒത്തിരി കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ വചനം കേട്ട് അതിൽ വിശ്വസിച്ച് അതനുസരിക്കാൻ ഒരു തീരുമാനമെടുത്താൽ അത് മുഖാന്തരം ഞാനൊരു അനുഗ്രഹമായി തീരുകയാണ്. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയാണ്. എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഒരിക്കൽ കൂടി ഈ വചനം ആവർത്തിച്ച് പറയുകയാണ്. സ്വർഗത്തിൽ ദൈവം പറയുകയാണ്, പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, ഈ ദൈവത്തിൻ്റെ വചനം നീ അനുസരിക്കുമ്പോൾ 1000 തലമുറ വരെ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയാം. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും അതിൽ വിശ്വസിക്കാതെ അനുസരിക്കാതെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട്, ജഡത്തിൻ്റെ ആസക്തികൾക്ക് അടിമപ്പെട്ട്, പാപത്തിന് അടിമപ്പെട്ട് നിത്യമായ നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് വെളിപ്പെടുത്തുന്നുവെങ്കിൽ ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഇന്നു മുതൽ ഞാൻ ദൈവസ്വരം കേൾക്കും. ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തെ അനുസരിച്ച് ദൈവമഹത്വത്തിനായി ഒരു അസാധാരണ വ്യക്തിയായി എൻ്റെ തലമുറകൾക്ക് അനുഗ്രഹമായി ഞാൻ ജീവിക്കും. നമുക്ക് തീരുമാനമെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഇതാ അനുഗ്രഹവും ശാപവും നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. നിനക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാമെന്ന് സ്വർഗത്തിലെ ദൈവം ഇന്ന് അരുളി ചെയ്യുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് അത് വിശ്വസിച്ച് അനുസരിക്കാത്ത മുഖാന്തരം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ശാപമായി മാറി. അത് ഞങ്ങളുടെ തലമുറയ്ക്ക് ശാപമായി മാറി. പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവവചനം അനുസരിക്കാതെ പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, കഷ്ടതയുടെ, ദാരിദ്ര്യത്തിൻ്റെ ബന്ധനത്തിലാണ് ജീവിക്കുന്നെങ്കിൽ ഇന്ന് അവിടുന്ന് വചനമയച്ച് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന വചനത്തിൻ്റെ യോഗ്യതയാൽ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പാപ, ശാപ, രോഗബന്ധനങ്ങളിൽ നിന്ന് യേശുവിൻ്റെ അടിപ്പിണരാൽ, യേശുവിൻ്റെ മുറിവിനാൽ, യേശുവിൻ്റെ രക്തത്താൽ വിടുതൽ നൽകി കർത്താവ് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനമാകുന്ന യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവളായി മാറിയതുപോലെ, ലോകത്തിനൊരു സാക്ഷ്യമായി മാറിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്, സമൂഹത്തിന്, സഭയ്ക്കൊരു സാക്ഷ്യമായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല ശുദ്ധിമാന്മാരെ, ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനമനുസരിക്കുവാൻ വേണ്ടി ജീവൻ ബലിയർപ്പിച്ച കർത്താവിനെ പ്രതി രക്തസാക്ഷികളായ സകല രക്തസാക്ഷികളുമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവെ, പ്രാർത്ഥന ഇടർപ്പയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം, മഹത്വം എടുത്തിരിക്കായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.